ഹായ്, ഒരു സോറി പറയാൻ വന്നതാണ്. ഒരുപാട് പേര് നമ്മളെ പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്തിട്ട് റെസ്പോൺസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. സോ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് 100 കണക്കിന് ആളുകൾ ഓരോ മാസവും എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ വളരെ 8-10 പേരെ മാക്സിമം എടുക്കാറുള്ളൂ. ഓക്കെ, സത്യം പറഞ്ഞാൽ 8-10 പേരെ നമ്മൾ എടുക്കാറുള്ളൂ. ഓക്കെ, നമ്മൾ എടുത്തു വന്ന് പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, 8-10 പേരെ നമ്മൾ അതിൽ കൂടുതൽ എടുക്കാറില്ല. അതിന്റെ റീസൺ എന്ന് പറയുന്നത്, നമ്മൾ വ്യത്യസ്തമായ ഒരു രീതിയിൽ പ്രോഗ്രാം ഇന്റഗ്രേറ്റ് ചെയ്തേക്കാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പല രീതിയിലുള്ള കോഴ്സ് തരുന്ന ആൾക്കാരുണ്ട്. സോ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, അത് കഴിഞ്ഞ് എൻഡ് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് ഒരു ഇൻഡസ്ട്രിയൽ റെഡി കാൻഡിഡേറ്റ് ആയിട്ട് ആളുകൾ മാറുന്നില്ല. ഇപ്പൊ ഈവൻ ഞാൻ തന്നെ ജോബിന് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഫേസ് ചെയ്ത ഒരു ഇഷ്യൂ ആണിത്. അതായത് ഞാൻ ചെയ്ത പ്രോജക്റ്റ്, ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്ത പ്രോജക്റ്റ് ഇത് നീ ഒറ്റയ്ക്ക് ചെയ്തതല്ലേ എന്നൊരു ക്വസ്റ്റ്യൻ ആണ് എനിക്ക് വന്നത്. അതുകൊണ്ട് ഒരുപാട് ഇഷ്യൂസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തത്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ലാസ്റ്റ് നമ്മൾ റിയൽ വേൾഡ് പ്രൊജക്റ്റിലാണ് നിങ്ങളെ നമ്മൾ പാട്ടാക്കാൻ പോകുന്നത്. സോ അവിടെ നമുക്ക് കുറേ ആളുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് അതിന്റെ ഇഷ്യൂ, മനസ്സിലായോ? അതായത് നമുക്ക് എത്ര പ്രോജക്ട്സാണ് വരുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ആളുകളെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുന്നത്. സോ അതിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മുടെ സ്ട്രാറ്റജി മൊത്തത്തിൽ അങ്ങ് ഇല്ലാതായി പോകും, പാളിപ്പോവും. സോ അതുകൊണ്ടാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് വളരെ കുറച്ച് ആൾക്കാരെ എടുക്കുന്നുള്ളൂ എന്ന് കരുതി നിങ്ങൾ എന്താ ഞാൻ പറയാ, നിങ്ങൾ ജസ്റ്റ് അപ്ലൈ ചെയ്തെന്ന് കരുതി എന്താ ഒന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾ നിരാശപ്പെടരുത്, അതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്. ഒന്നും വിചാരിക്കരുത്, ഒന്നാമത്. 2, നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ മെസ്സേജ് അയച്ചിട്ട് പല ആൾക്കാർക്ക് റെസ്പോൺസ് കൊടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ ഒരു കാലത്ത് നന്നായിട്ട് റെസ്പോൺസ് ചെയ്തതാണ്, ഇപ്പം നേരമില്ലാത്തതുകൊണ്ടാണ്. നമ്മളെ ടീം മെമ്പേഴ്സ് നിങ്ങളെ മെസ്സേജൊക്കെ കാണുന്നുണ്ടാവാം. ഓക്കെ, പക്ഷെ ഞാൻ പ്രത്യേകം പറഞ്ഞതാണ് അവരോട് എന്ത് ചെയ്യരുത്, റെസ്പോൺസ് കൊടുക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞാൽ. ബിക്കോസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എൻ്റെ റെസ്പോൺസ് ആയിരിക്കും. ഓക്കെ, ടീം മെമ്പേഴ്സിലുള്ള ആളുകൾ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ. അപ്പം അവർക്ക് ഇപ്പം നമ്മൾ ഈ ഇൻസ്റ്റാ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ, ഇവർക്കൊന്നും അതിനെപ്പറ്റി വലിയ ഐഡിയ ഉണ്ടാവില്ല. അപ്പം അവർ റെസ്പോൺസ് തന്നിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ റെസ്പോണ്ട് തരുന്നവരെ ഞാൻ ആ മെസ്സേജിനൊന്നും റെസ്പോൺസ് കൊടുക്കാതെ അവിടെ വെക്കാൻ പറയുന്നത്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവരത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കാണില്ല അത്. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പം എന്നെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊക്കെ റെസ്പോൺസ് തരാൻ ഞാൻ നോക്കും. ഓക്കെ, അത്രയും എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളൂ. ഞാൻ പണ്ട് നന്നായിട്ട് റെസ്പോൺസ് കൊടുക്കാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് നേരമില്ല. അതാണ് ഐ വിൽ ട്രൈ. ഓക്കെ.